നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എഡ്യൂക്കേഷൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ടു മേക്ക് എ മാൻ ലേൺ ടു തിങ്ക്. എങ്ങനത്തെ ചിന്തകൾ നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് ബി ഏബിൾ ടു തിങ്ക് യുവർ ഓൺ തോട്ട്സ്. നമ്മുടേതായിട്ട് ചിന്തകൾ ചിന്തിക്കുന്ന തരത്തിലേക്കായിരിക്കണം നമ്മൾ മാറേണ്ടത്. ആണ് എഡ്യൂക്കേഷൻ. എന്നിട്ട് ആ തലത്തിൽ നിന്നും ഫീലിങ്ങിലേക്ക് കടക്കണം. ആഴത്തിലുള്ള ഫീലിങ്ങിൽ നിന്ന് ബീയിങ്ങിലേക്ക് നമ്മൾ അതായി തീരുന്നു. ഇതാണ് നമ്മളിൽ വരുന്ന പരിവർത്തനം. അപ്പോൾ ചിന്തകൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ചിന്തകളെ മാറ്റുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ലോകസംഗ്രഹത്തിനായി പ്രവർത്തിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നും വരുന്ന ആദ്യത്തെ സ്പന്ദനമാണ് ചിന്ത. അടിയിൽ ഇൻറ്റൻഷൻ ഉണ്ട്, ചിന്തയാണ് ഫസ്റ്റ്. അപ്പോൾ ചിന്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാക്കുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇൻറ്റൻഷന് ചിന്ത, പിന്നെ വാക്ക്, പിന്നെ പ്രവൃത്തി, പിന്നെ ക്യാരക്ടർ, പിന്നെ ഭാഗധേയം, ഡെസ്റ്റിനി. ഇങ്ങനെയാണ് നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് മുൻകൂട്ടി പ്രവചിച്ചു വെച്ച ഒരു കാര്യമല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ ലോകത്തിലെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. ലോകം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഭൂതകാലത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. എന്നും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നും യുദ്ധമുണ്ട്, എന്നും കലഹമുണ്ട്, അങ്ങനെ ഇല്ലാത്ത ലോകം ഉണ്ടാവില്ല. നമ്മുടെ ചിന്തയാണ് ആ തരത്തിൽ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരിക്കലും നേരെയാവില്ല, ഞാനൊരിക്കലും നേരെയാവില്ല, നമ്മളൊരിക്കലും ഗുണം പിടിക്കില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാസ്റ്റിലേക്ക് കണക്റ്റഡാണ്. അത് മാറിയിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, തീർച്ചയായിട്ടും സ്നേഹം നിറഞ്ഞൊരു ലോകം വരും. സ്നേഹമാണ് ലോകത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വരനാണ് ലോകത്തിൻ്റെ അടിസ്ഥാനം. ഈശാവാസ്യം ഇതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. ഈശ്വരൻ വസിക്കുന്ന ഈ ലോകം എങ്ങനെയാണ് സ്നേഹമില്ലാത്തതാവുക? എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? കാരണം നമ്മുടെ ചിന്തകൾ
മനുഷ്യൻ, വേറെ ജീവിക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തകളാണ് ഇതിൻ്റെ കാരണം, വ്യക്തമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ, പോസിറ്റിവിറ്റി 24/7 നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ചിന്ത എന്ന സ്നേഹം നിറഞ്ഞ ചിന്ത, ഒരിക്കലും ഒരു തരത്തിലും നെഗറ്റിവിറ്റി വരാതെ സൂക്ഷിച്ചുകൊണ്ടിട്ട് നിമിഷങ്ങൾ മുഴുവൻ യോജിച്ച് സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിയായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് വീട്ടിൽ വരും, സമൂഹത്തിൽ വരും, രാജ്യത്തിൽ വരും. ഒരാൾ മതി എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. ഒരു സെയിൻറ്റ് ഓഫ് കാലിബർ, ഒരാൾ മതി എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സമാധാനം, ശരിക്കും ലോകത്തിൽ സമാധാനമാണ് അധികം. നമ്മൾ ശ്രദ്ധിക്കുന്നത് യുദ്ധത്തിലേക്കാണെങ്കിൽ യുദ്ധം വളരെ കുറവാണ്, സമാധാനമാണ് അധികം. ഇവിടെ വീടുകളിലൊന്നും യുദ്ധമില്ല, നമ്മുടെ അടുത്ത വീടുകളായിട്ട് നമ്മൾ തമ്മിലൊന്നുമില്ല. എല്ലാവരും യാത്ര ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ രാത്രി സ്ത്രീകൾ തന്നെ കിടന്നുറങ്ങുന്നത് കാണാം. ഒരു വയലൻസും ഇല്ല, എവിടെയില്ല. നമ്മളത് കാണുന്നില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത് ലോകത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ചരിത്രം, അതാണ് യഥാർത്ഥ ചരിത്രം, ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം. നമ്മളതിനെ നമ്മുടെ ചിന്ത കൊണ്ട് നെഗറ്റീവാക്കി മാറ്റി നമ്മളത് തന്നെ കണ്ടിട്ട് അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്നേഹത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഇതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ ആ ദിവ്യ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുക. അത് എൻ്റെ ഉള്ളിലാണ്. എൻ്റെ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ആ സ്നേഹം കൊണ്ടുവരാൻ സാധിക്കുന്നു. വേറെ ആരുടെ അടുത്തും അത് പറ്റുന്നില്ല. അപ്പോൾ അതവിടെ ഉണ്ട്. എൻ്റെ ഉള്ളിലൊരു വളരെ ഹൈ വ്യക്തിത്വമുണ്ട്. ഒളിമ്പ്യൻ ആൻ്റണി ആഡം എന്നുള്ളൊരു ഫിലിമുണ്ട്, മോഹൻലാൽ അഭിനയിച്ച. അതിൽ നാസർ വില്ലൻ കഥാപാത്രമാണ്, വലിയ വില്ലനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടിയോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും വേദന അനുഭവിച്ച് അദ്ദേഹത്തിന് വിഷമമാവുന്നു. അങ്ങനെയാണ് അദ്ദേഹം കുടുങ്ങുന്നത്. അപ്പോൾ ആ നല്ലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്, നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടത് എപ്പോഴും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? കാരണം നമ്മളെപ്പോഴും പാസ്റ്റിൻ്റെ പുറകെ പോകുന്നു. നമ്മളെ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ടെൻഡൻസീസ് അങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അഷ്ടാംഗയോഗ പദ്ധതിയൊക്കെ ഫോളോ ചെയ്യേണ്ടി വരുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരമൊക്കെ ഒന്ന് ധാരണ, ധ്യാനം, സമാധിയിലേക്ക് എത്തണം എന്ന് നമ്മളെ പതഞ്ജലി മഹർഷി പഠിപ്പിച്ചത്. കാരണം ഇങ്ങനെയാണ് ലോകം. മാസ്റ്റർ പറയുന്നത് അങ്ങനെയല്ല, സഹജമാർഗത്തെ അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ അടിസ്ഥാനം സ്നേഹമാണ്. അവിടേക്ക് നിങ്ങൾ കണക്ട് ചെയ്യൂ, ധ്യാനത്തിൽ തുടങ്ങും എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ണടച്ചിരിക്കൂ, അത് അവിടെ ഉണ്ട്, സംശയമില്ലാതെ അവിടെ ഉണ്ട്. അവിടെ നിന്നും വരുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നു എന്ന ചിന്തയിൽ അവിടെ ഇരിക്കൂ. ആ ചിന്ത നിലനിർത്തൂ. ഇനി എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ, വേറെ ചിന്തകൾ വരികയാണെങ്കിൽ അവരെ അവഗണിക്കൂ. അവഗണിക്കൂ എന്ന് പറഞ്ഞാൽ വെറുപ്പോടെ അവഗണിക്കൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, അത് ഗുരുനാഥൻ്റെ ചിന്തകളാണെന്ന് വിചാരിക്കുന്നതാണ്, മാസ്റ്ററുടെ ചിന്തകളാണ്. മാസ്റ്റർ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. ഇനി അതിനേക്കാളും ഉപരി ബാബുജി മഹാരാജ് പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, ചിന്തകളെ സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ ചിന്തകളാണ്, ഞാൻ വെറുപ്പോടെ കാണല്ലേ. എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ മതി. ഒരു കുട്ടിയെ അമ്മ വെറുപ്പോടെ കാണുമോ? എത്ര മോശമാണെങ്കിൽ കുട്ടി നല്ല. അപ്പോൾ എൻ്റെ ചിന്തയാണ്, എന്നെ സ്നേഹിക്കുക. സ്നേഹിക്കും തോറും ആ ചിന്തകൾ ഡിസോൾവ് ചെയ്തിട്ട് എന്നിൽ തന്നെ തിരിച്ചു വരുന്നു. പിന്നെ അത് ഒരിക്കലും പ്രതികരണം സൃഷ്ടിക്കാത്ത തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ചിന്തകളായിട്ട് മാറും. ഇതൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് ആ സ്റ്റേറ്റ് ജീവിതത്തിൽ, ഇതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തുക എന്നുള്ള ഈ ഒരു ഉള്ളിലുള്ള ഈ കണ്ടീഷൻ. എപ്പോഴും സ്നേഹം തുളുമ്പുന്ന ഒരു ഹൃദയം ചിന്തകളിൽ തുളുമ്പണം ആദ്യം. ഒരിക്കലും നെഗറ്റീവ് ചിന്ത വരും, ഒരിക്കലും. ഒരാൾ നേരെയാവില്ല എന്നോ ഒരു കാര്യം ശരിയാവില്ല എന്നുള്ള ചിന്തകൾ പാടെ മാഞ്ഞു പോയിട്ടുണ്ടാവണം. നമ്മൾ ജോയസ് ആയിട്ട്, സന്തോഷമായിട്ട് ജോലിയിൽ ഏർപ്പെടുക. ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്, മാസ്റ്ററുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ഫെയിലിയറിനെ കുറിച്ച് ആലോചിക്കേണ്ട പ്രശ്നമില്ല. ഇങ്ങനെ ഫെയിലിയർ ഉണ്ടാവുക, സക്സസ് ടു സക്സസ് ആണ് ഈ ലോകം, പ്രപഞ്ചം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാക്കുകളും പ്രവൃത്തികളും മാറുന്നു. അപ്പോൾ ആദ്യം ഞാൻ മാറണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അന്തരീക്ഷം മാറുന്നു. എന്നിലൂടെ ഒഴുകുന്ന ഈ ചിന്തകൾ അന്തരീക്ഷത്തെ മാറ്റുന്നു, എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ മാറ്റുന്നു, കുടുംബത്തെ മാറ്റുന്നു. കുടുംബം ആശ്രമമാവും എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ഓരോ കുടുംബവും ആശ്രമമായി മാറണം. അങ്ങനെ ഉള്ള ഫാമിലീസ് നിറഞ്ഞ ഒരു സൊസൈറ്റി തന്നെ ആശ്രമം. അവിടെ മതഭേദങ്ങളില്ല, ഭാഷാ വ്യത്യാസങ്ങളില്ല, നാഷണാലിറ്റീസ് ഇല്ല, ഒന്നുമില്ല. സ്നേഹത്തിൻ്റെ തലം മാത്രം. പ്രവൃത്തികൾ ചെയ്യുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായിട്ട് പരിഹരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ലോകവും മാറും. ലോകം തന്നെ ഒരു ആശ്രമമായി മാറും. ഈശ്വരൻ എന്നും എവിടെയും എപ്പോഴും വസിക്കാൻ പറ്റുന്ന ഒരു ലോകം. ഈശ്വരന്
ഒളിച്ചിരിക്കേണ്ടി വരികയാണ്. നമ്മൾ തന്നെ കൊണ്ടേ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ വരാം, ഇങ്ങോട്ട് വരണ്ട എന്നുള്ള മാതിരി. അല്ലെങ്കിൽ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. സ്പിരിച്വാലിറ്റി വന്ന് ഹൃദയത്തിൽ നോക്കുന്നു. അവിടെ നിന്നും മാറണം. അദ്ദേഹത്തിന് ഹൃദയത്തിൽ നമ്മൾ വരണം. ദാജി പറയുന്നത് ഹൃദയമേ പശ്യസി എന്നാണ്. ഹൃദയമാം പശ്യസി എന്നതിനേക്കാൾ ഉപരി ഹൃദയമേ പശ്യസി. വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണെന്നുള്ള ബോധത്തിൽ ജീവിക്കൂ എന്നാണ് ദാജി പറയുന്നത്. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക? എഡ്യൂക്കേഷൻ ആ തരത്തിൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ നയിക്കണം. ഒരിക്കലും ഒരു തരത്തിലും ഇവിടെ വയലൻസിൻ്റെ ചിന്ത കൂടി വരാത്ത ഒരു ലോകം ഇവിടെ വാർത്തെടുക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധിജി അഹിംസാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അഹിംസ എന്ന് പറയുമ്പോൾ ഹിംസിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെ ഇങ്ങോട്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളെ അങ്ങോട്ട് സ്നേഹിക്കുക, സ്നേഹം നൽകുക. ഇങ്ങോട്ട് കല്ലെറിയുണ്ടാവും, അങ്ങോട്ട് പൂക്കൾ നൽകുക. അദ്ദേഹം കണ്ട ലോകം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ റെഗുലറായിട്ട് സാധന ചെയ്ത് ആ കണ്ടീഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എന്നൊരു സംശയമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.